ഇറാനെ സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന, മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ അടക്കം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തേ മറന്നത്? എൻ്റെ കേരളത്തിനെ ഇന്ന് കേരളമാക്കിയിരിക്കുന്നത് അറേബ്യൻ കൺട്രീസ്, UAE ആണ്. അതിനകത്ത് സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ഇവിടെ നിന്നൊക്കെ എൻ്റെ പാവപ്പെട്ട മലയാളീസ് പോയി ലക്ഷങ്ങളുണ്ടാക്കി കൊണ്ടുവന്ന് ഇന്ന് ഈ കേരളത്തിന് ഈ ലെവലിലാക്കിയിരിക്കുന്നത് ആ രാജ്യങ്ങളാണ്. ദുബായ് തൊട്ടിട്ട് അങ്ങോട്ട് പിടിച്ചത്. ആ രാജ്യത്ത് ബോംബ് വീഴ്ത്തിയിട്ടുള്ള ഇറാനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പറയുമ്പോൾ നിങ്ങൾ തിന്ന ചോറിന് നന്ദി കാണിക്കാത്തത്. അത് ഹിന്ദു ആണെങ്കിലും ശരി, മുസ്ലിം ആണെങ്കിലും ശരി, ആദ്യം മനസ്സിലാക്കുക. എൻ്റെ ഇക്ക അവിടെ ഉണ്ട്, എൻ്റെ ഉപ്പ അവിടെ ഉണ്ട്. ആ രാജ്യത്ത് ഇവർ കൊണ്ടുവന്നിട്ട് ബോംബിട്ടിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ ആൾക്കാരെ കൊന്നിട്ടുണ്ടെങ്കിൽ, ഞാനിന്ന് വളർന്നു വന്നിരിക്കുന്ന ആ രാജ്യത്തിന് എൻ്റെ വാപ്പ കൊണ്ടുവന്നാണ്, എൻ്റെ ഭർത്താവ് കൊണ്ടുവന്ന കാശ് കൊണ്ടാണ്. കഴിഞ്ഞ രവിയുടെ വാക്കുകൾ കേട്ടില്ലേ? രോമം നിൽക്കുക, രോമം. വല്ലാണ്ട് സ്നേഹിക്കല്ലേ രവിയെ. നീ എന്താണെന്നും ഏതാണെന്നും കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം, കേട്ടാ. ഇറാനെ കൊണ്ട്, ഇറാന്റെ സഹോദര രാജ്യങ്ങളെ തമ്മിലടിപ്പിച്ചത് അല്ലെങ്കിൽ ആക്രമിപ്പിച്ചത് ആരാണ് രവിയെ? ആരാണ് ആ ചെന്നായ്ക്കള്? മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയടിപ്പിച്ച ചെന്നായ്ക്കൾ ആരാണ്? അതെന്താ രവി മിണ്ടാത്തത്? ഈ യുദ്ധം പൊട്ടി പുറപ്പെടാനുണ്ടായ കാരണം എന്താണ്? ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ അണ്ട് കൊലപ്പെടുത്തി, അല്ലേ? അന്ത രവി മിണ്ടാത്തത്? രവി പറയും രവിയെ. രവി ഇങ്ങനെ ആളില്ലാത്ത പോസ്റ്റ് കയറിയിട്ട് ഗോളടിക്കരുതിട്ടാ. പിന്നെ വാപ്പന്മാരും മിക്കാമാരൊക്കെ അവിടെ നന്നായിട്ട് അധ്വാനിച്ചോട്ടെ, അതിപ്പോഴും അധ്വാനിക്കുന്നുണ്ട്. ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് രവിയെ, കേട്ടാ. ഇതിന് മുന്നേ രവിയെ നമ്മുടെ കേരളത്തിലൊരു പ്രളയം ഉണ്ടായിരുന്നു. വലിയ പ്രതിസന്ധി തരണം ചെയ്തു പോയൊരു കൂട്ടരാണ് കേരളക്കാർ. അന്ന് UAE ഗവൺമെന്റ് പറഞ്ഞിരുന്നു കേരളത്തിന്റെ എല്ലാ ബാധ്യതയും ഞങ്ങൾ തീർത്താരാന്ന്. അന്നിപ്പോൾ രവി താങ്ങി നടക്കുന്ന ഒരു നേതൃത്വം ഉണ്ടല്ലോ, കേന്ദ്ര നേതൃത്വം, അവർ പറഞ്ഞ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞ്. ആ UAE നിന്ന് കേരളത്തിന് കിട്ടുന്ന സഹായം വരെ മുടക്കിയ ടീംസാണ് നിങ്ങൾ, കേട്ടാ. ഇവിടെ ആ ഒരു സംസാര രീതിയിലും ഒരു ചെന്നായെ കാണുന്നുണ്ട്, കേട്ടാ രവിയെ. അപ്പോൾ രവി വല്ലാണ്ട് അങ്ങോട്ട് കുന്താളിക്കല്ലേ, കേട്ടാ. എല്ലാവരും അന്നം തന്നെയാണ് കഴിക്കുന്നത് രവിയെ. രവിയെപ്പോലുള്ളവരുടെ ഉദ്ദേശം എന്താണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായി തന്നെ അറിയാം, കേട്ടാ. നിങ്ങളൊക്കെ ഇവിടെ മുന്നോട്ട് വെക്കുന്ന ആശയം ഉണ്ടല്ലോ, അതെന്താണെന്ന് വളരെ വ്യക്തമാണ് ബാക്കിയുള്ളവർക്ക്, കേട്ടാ. അപ്പോൾ രവി വല്ലാണ്ട് കൊണടിക്കരുത്. ഏത്